ഭാരതത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ന് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം രാഷ്ട്രപതി ഭവനിലെ വിരുന്നിലും പുടിൻ പങ്കെടുക്കും. 2030 ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്തുക എന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യത്തോടെയാണ് വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ഇരു രാജ്യങ്ങളും ശക്തിപ്പെടുത്തുക. ലക്ഷ്യം വിവരങ്ങൾ ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ, കാര്യപരിപാടികൾ എന്തൊക്കെയാണ് പുടിൻ്റെ? ഒപ്പം ഏതൊക്കെ പ്രധാനപ്പെട്ട മേഖലകളിലാണ് കൃത്യമായി ചർച്ച കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അമേരിക്കയും ഇന്ത്യയും തമ്മിൽ പ്രതിസന്ധി രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഇന്ത്യ ഈ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ആണ് ഈ കാര്യപരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈദരാബാദ് ഹൗസിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാദിമിർ പുടിനും തമ്മിൽ ചർച്ചകൾ നടക്കും. പ്രതിരോധ, വ്യാപാര, ഊർജ്ജ മേഖലകളിൽ ചർച്ചകൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധത്തിലടക്കം റഷ്യൻ ആയുധങ്ങൾ ഇന്ത്യക്ക് കവചമൊരുക്കിയത് നമ്മൾ കണ്ടതാണ്. S-400 അടക്കമുള്ള ആയുധങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. രണ്ടാമത്, ഊർജ്ജ മേഖലയിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് അമേരിക്ക വലിയ സമ്മർദ്ദം തുടരുന്നതിനിടയിലും അവിടെ നിന്നും ഇന്ത്യക്ക് മതിയായ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ അതിൽ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വ്യാപാര കരാറുകൾ ഇപ്പോൾ റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ കൂടുതൽ വ്യാപാര പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിൽ. അതായത് അമേരിക്കയോ പടിഞ്ഞാറൻ രാജ്യങ്ങളോ ഏത് തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചൊലുത്തിയാലും ഇന്ത്യയുടെ നിലപാടുമായി മുന്നോട്ട് പോകും എന്ന സന്ദേശം നൽകുക കൂടിയാണ് ഈ ഉച്ചകോടിയിലൂടെ ഇന്ത്യ നൽകാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 11 മണിയോടെ പുടിൻ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഹൈദരാബാദ് ഹൗസിലേക്ക് ഉച്ചകോടിക്കായി പുറപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വർക്കിംഗ് ലഞ്ച് പുടിനായി ഒരുക്കുന്നുണ്ട്. അതിൽ ഈ റഷ്യയുടെ മറ്റ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമടക്കം പങ്കാളികളാകും എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽസ്, കാർഷിക ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഷിപ്പിംഗ്, ആരോഗ്യ സംരക്ഷണം, വളം, കണക്ടിവിറ്റി എന്നിവയിൽ നിരവധി കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ട് എന്നും വ്യക്തമാകുന്നു. യെസ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്നലെ ഇന്ത്യ ടുഡേ സംഘം പുടിനുമായി നടത്തിയ ഇന്റർവ്യൂവിൽ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ അമേരിക്കയുടെ താരിഫ് ഭീഷണി, ഇന്ത്യക്ക് മേലുള്ള താരിഫ് ഭീഷണി അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൽ പുടിൻ നൽകിയ മറുപടി, അങ്ങനെ ഭാരതം ഒരു സമ്മർദ്ദത്തിന് വഴങ്ങുന്ന രാഷ്ട്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന്. അതിന് അദ്ദേഹം കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ പ്രധാനമന്ത്രി, അതായത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അത്തരത്തിൽ ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. നോക്കൂ, എത്രത്തോളം പുടിനെ പോലെ ശക്തനായൊരു ഭരണാധികാരി എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി അടക്കം പുടിന് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊരു പോയിന്റും കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഈ ഇൻ്റർവ്യൂവിൻ്റെ മുഴുവൻ ഭാഗവും ഇന്ത്യ ടുഡേയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ കൂടിയാണ്. എല്ലാ വിഷയങ്ങളിലും കൃത്യമായി തന്നെ പുടിൻ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്.